മേഖലയിലെ സംഘർഷങ്ങൾ തുടരുന്നതിനിടെ കുവൈത്തിൽ ഇന്ന് പൊതുവെ സമാധാനപരമായ അന്തരീക്ഷം. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കി പ്രധാന കേന്ദ്രങ്ങളിൽ അധികൃതർ പരിശോധന നടത്തി. അതേസമയം ജല ഉപയോഗം മിതമാക്കണമെന്ന് മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഡ്രോൺ അവശിഷ്ടങ്ങൾ മൂലം തകർന്ന വൈദ്യുതി ലൈനുകൾ പുനഃസ്ഥാപിച്ചതായും അധികൃതർ അറിയിച്ചു. സലീം കോട്ടയിൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സലീം, സുരക്ഷ ശക്തമാക്കുന്നു, അതോടൊപ്പം തന്നെ ജല ഉപയോഗത്തിൽ അത് മിതമാക്കണം എന്ന് പറയുന്നതിലൂടെ സർക്കാർ എന്താണ്, ഭരണകൂടം എന്താണ് ആളുകളോട് സംവദിക്കുന്നത്? മഹേഷ്, കുവൈത്തിൽ നിന്ന് പൊതുവെ സമാധാനപരമായ അന്തരീക്ഷമാണ് അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് സംഘർഷം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് സൈറനുകൾ മുഴങ്ങാത്ത ഒരു രാത്രി കുവൈത്തിൽ കടന്നുപോയത്. ജനങ്ങളുടെ ജീവിതം സാധാരണ നിലയിലേക്കാണ് മടങ്ങുന്നത്. അതിനിടെ പ്രധാനമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥന്മാരും ലിബറേഷൻ ടവറും രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ നിരീക്ഷിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് സന്ദർശനം നടത്തിയത്. അതേസമയം നിലവിലെ സാഹചര്യം പരിഗണിച്ച് പൗരന്മാരോടും പ്രവാസികളോടും ജല ഉപയോഗം മിതമാക്കുവാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ദിവസേന 5 മിനിറ്റ് ജല ഉപയോഗം കുറച്ചാൽ 100 ലിറ്ററിലധികം വെള്ളം ലാഭിക്കാനാകുമെന്നാണ് മന്ത്രാലയം അറിയിച്ചത്. മറ്റൊരു സുപ്രധാന വാർത്ത, ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് തകർന്ന വൈദ്യുതി ട്രാൻസ്മിഷൻ ലൈനുകൾ പുനഃസ്ഥാപിച്ചതായി വൈദ്യുതി മന്ത്രാലയം അറിയിച്ചുവെന്നതാണ്. അതിനിടെ മുബാറക് അൽ കബീർ തുറമുഖത്ത് സമീപം സംഭവം നടന്നുവെന്ന പ്രചരണം വ്യാജമാണെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവം കുവൈത്തിന്റെ പ്രാദേശിക ജലാതിർത്തിക്ക് പുറത്താണെന്നും തുറമുഖത്ത് നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അകലെയാണ് ഉണ്ടായതെന്നും അധികൃതർ പറഞ്ഞു. കൃത്യമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക ഉറവിടങ്ങളെ മാത്രം ആശ്രയിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത, തുർക്കിയെയും അസർബൈജാനെയും ലക്ഷ്യമിട്ട ഇറാന്റെ ആക്രമണത്തെ കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു എന്നതാണ്. ഏതായാലും കഴിഞ്ഞ 5 ദിവസത്തിനിടയിൽ സമാധാനപരമായ ഒരു ദിവസമാണ് കുവൈത്തിൽ കടന്നുപോയത്. മഹേഷ്.